വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് വില കുറഞ്ഞ മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം വിൽപ്പന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അവസാനിപ്പിക്കുക, വ്യാജമദ്യ വിൽപ്പനക്കാർക്ക് കൂട്ടുനിൽക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക, കള്ളുവ്യവസായം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. CPIM ജില്ലാ സെക്രട്ടറി R. നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരിടത്തും സ്ഥിരം തൊഴിലാളി വേണ്ട എന്നുള്ള രൂപത്തിലേക്കൂടെ സമീപിച്ചിരിക്കുകയാണ്. കരാർ തൊഴിലാളികളെ വയ്ക്കുക, കരാർ താല്പര്യമുള്ള കരാർ തൊഴിലാളികളെ വയ്ക്കുക, വെച്ചിട്ട് ചെത്തിച്ചിട്ട് കള്ള് അളന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാശ് കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്നുമാത്രമല്ല, ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെ തെങ്ങേക്കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളെ തെങ്ങേക്കയറ്റി കള്ളി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയും ഇപ്പം ചിലടത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കള്ള് വ്യവസായം ആദായകരം ഒന്നും അല്ലെങ്കിലും ലാഭം വലിയ പ്രശ്നമില്ലാതെ തൊഴിലാളിക്ക് ന്യായമായിട്ടുള്ള തൊഴിലും അതേപോലെ കൂലിയും ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കണം. കേരളത്തിലെ ഗവൺമെന്റ് ടോഡി ബോർഡ് എന്ന് പറഞ്ഞ് കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് ടോഡി ബോർഡ് ഇപ്പം വരെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക തൊഴിലാളികൾ. അമ്പലപ്പുഴ താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ CITU പ്രസിഡന്റ് KD മഹീന്ദ്രൻ അധ്യക്ഷനായി. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് K. പ്രസാദ്, ജനറൽ സെക്രട്ടറി AV അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുട്ടനാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിവമണി അനുസ്മരണ സമ്മേളനവും സഹായ വിതരണവും നടന്നു. വ്യാഴാഴ്ച നീരേറ്റുപുറം ചക്ലത്തുകാവ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന്റെയും സഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം കുട്ടനാട് MLA തോമസ് K. തോമസ് നിർവഹിച്ചു. കാരണം അതിൻ്റെ ഭൗതികത്തോടുകൂടി അതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ, വേദനയുടെ ആഴം. നമ്മൾ പലരും ഒരുപാട് പേര് നമ്മുടെ ആശുപത്രിക്ക് പോകും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മച്ചി മരിച്ചപ്പോൾ 1995 അമ്മച്ചി മരിച്ചത്. ഞങ്ങളുടെ വീട്ടില് അന്നത്തെ കാലത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഉത്സവം പോലാണ്. വീട്ടിൽ പെണ്ണുമ്പോൾ 3 പേരെങ്കിലും കാണും. ചാപ്പാട് കഴിക്കാനോ അല്ലാതെ വന്നിട്ടൊന്നുമില്ല. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല, അവിടെ വലിയൊരു ബഹളമാണ്. ഞങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ 6 സഹോദരങ്ങളല്ലാതെ 7ാമത് കണ്ടിട്ടില്ല. ആരെയും കണ്ടിട്ടില്ല. അമ്മ വീട്ടുകാരെയും കണ്ടിട്ടില്ല, അപ്പൻ്റെ വീട്ടുകാരെയും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആ സിറ്റൗട്ടിലേക്ക് ഞാൻ ചിന്തിച്ചു, എൻ്റെ മനസ്സിൽ ചിന്ത കടന്നുപോയി. ഇതുമാത്രം ആൾക്കാരെ കയറിയുള്ളൊരു വീടാണ്. എന്തുമാത്രം ആശ്വാസ പഠനങ്ങൾ വന്ന സമയത്ത് ആ പദ്ധതി പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി ചടങ്ങിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ആന്റണി പൊങ്ങ അധ്യക്ഷത വഹിച്ചു. AKPA ജില്ലാ കമ്മിറ്റി അംഗം CC ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ചക്കുളത്തുകാവ് കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, AKPA ജില്ലാ പ്രസിഡന്റ് മോഹനൻ പിള്ള, ജില്ലാ സെക്രട്ടറി ഹാരിഷ് കൈരളി, കുട്ടനാട് ചാർജ് സജി എണ്ണക്കാട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പഞ്ചായത്ത് അംഗവും CPIM നേതാവുമായിരുന്ന K. പ്രകാശിന്റെ 3ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM തകഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടി. തകഴിയിലെ സ്മൃതി മണ്ഡപത്തിൽ നിരവധി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. 4 നൂറ്റാണ്ടിന് മുമ്പുള്ള കാര്യമാണ്. കാരണം അതും സർക്കാരിന്റെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി പരമാവധി സഹായം നേടിയെടുക്കുന്നതിൽ ഞങ്ങൾ അന്ന് കൂട്ടായി പരിശ്രമിക്കുകയാണ്. ഞാനതെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയായിരുന്നു. പിന്നീട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മീറ്റിങ്ങിൽ കൃത്യമായി ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ പങ്കെടുക്കുകയും അന്നത്തെ 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത്. നിങ്ങൾക്കറിയാം, അന്ന് പാർലമെന്റ് അംഗമായിരുന്നു ഞാൻ. കാരണം അന്ന് നമ്മുടെ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള പിന്തുണ അത്തരമൊരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. അതെല്ലാം പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ പ്രകാശൻ ചേട്ടൻ അത് വിശദീകരിക്കാൻ ഒരു 2004 കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമായിരുന്നു.
ഞാനിപ്പോൾ ജസാനോട് പറയായിരുന്നു, ഇങ്ങനെ അതിലെ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ കുട്ടനാട്ടിലന്ന് ഏറ്റവും ഈ തകഴിയിൽ ഏറ്റവും അധികം കിളിച്ചുണ്ടൻ മാവുള്ള ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ മാവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA CK സദാശിവൻ, AD കുഞ്ഞച്ചൻ, S അജയകുമാർ, AS അംബിക, M മദൻലാൽ, PC കുഞ്ഞുമോൻ, S സുധിമോൻ, മുൻ MLA KK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. CPIM തകഴി ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, NREG വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹി, തകഴി ഗ്രാമപഞ്ചായത്ത് അംഗം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന K പ്രകാശൻ കോവിഡ് ബാധിച്ചാണ് മരണമടഞ്ഞത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി SNDPയുടെ നേതൃത്വത്തിൽ ദിവ്യജ്യോതി പ്രയാണം സംഘടിപ്പിച്ചു. SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയന്റെയും പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രയാണം സംഘടിപ്പിച്ചത്. യൂണിയന് കീഴിലെ 40 ശാഖകളിലേക്കുമായാണ് ദിവ്യജ്യോതി പ്രയാണം 2 ദിവസമായി സംഘടിപ്പിച്ചത്. ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ നിന്ന് തെളിയിച്ച ദിവ്യജ്യോതി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ എടത്വയിലെത്തിച്ചു. തുടർന്ന് ഇവിടെ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. ഇതിലൂടെ ദക്ഷിണയായും കാണിക്കയായും സംഭാവനയായും ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകും. യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപ്, കൺവീനർ അഡ്വക്കേറ്റ് P സുപ്രമോദം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദിവ്യജ്യോതി പ്രയാണം. അമ്പലപ്പുഴ കോമന 3715 നമ്പർ SNDP ശാഖയിൽ നൽകിയ സ്വീകരണത്തിന് ശാഖായോഗം പ്രസിഡന്റ് P ദിലീപ്, സെക്രട്ടറി V ഉത്തമൻ എന്നിവർ നേതൃത്വം നൽകി. ബന്ധപ്പെട്ട് SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മഹാഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ നിന്നും മഹാഗുരുവിന്റെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടി തെളിയിച്ച ദിവ്യജ്യോതി കുട്ടനാട് സൗത്ത് യൂണിയനിലെ എടത്വ മേഖലയിലെയും തകഴി മേഖലയിലെയും വിവിധ ശാഖായോഗങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഉജ്ജ്വലമായ വരവേൽപ്പ് ഒരുക്കിക്കൊണ്ട് 3715 നമ്പർ ശാഖായോഗത്തിന്റെ അങ്കണത്തിൽ നന്നായി ഗുരുഭക്തിയോടുകൂടി തന്നെ സംഘടനയുടെ മഹത്വവും ഗുരുവിന്റെ ദർശനത്തിന്റെ മഹിമയും വിളിച്ചോതുന്ന തരത്തിൽ നന്നായി ദിവ്യജ്യോതിയെ വരവേറ്റ ചമ്പക്കുളം ഈസ്റ്റ് SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിലും ദിവ്യജ്യോതി പ്രയാണത്തിന് സ്വീകരണം നൽകി. കുട്ടനാട് സൗത്ത് യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് P സുപ്രമോദം, ശാഖായോഗം പ്രസിഡന്റ് K അനിൽകുമാർ, സെക്രട്ടറി M മനീഷ്, വൈസ് പ്രസിഡന്റ് KK കൃഷ്ണൻകുട്ടി, കമ്മിറ്റി അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങാകുവാൻ കാരുണ്യയാത്രയുമായി പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും. കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യയാത്രയിലൂടെ സമാഹരിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനാണ് തീരുമാനം. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ പൊതുജന പങ്കാളിത്തത്തോടെ ഒരു ദിവസം മുഴുവൻ കാരുണ്യയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഫെഡറേഷൻ. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വെള്ളിയാഴ്ചയായിരുന്നു കാരുണ്യയാത്ര. യാത്രയ്ക്ക് ചില ബസ്സുകളിൽ പ്രത്യേകം ടിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ജീവനക്കാർ നീട്ടുന്ന ബക്കറ്റിൽ ഇഷ്ടമുള്ള തുക സംഭാവനയായി നൽകി എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. വയനാടിനായി യാത്രക്കാരുടെ പരിപൂർണ സഹകരണം ലഭിച്ചെന്ന് ഫെഡറേഷൻ ചങ്ങനാശ്ശേരി താലൂക്ക് പ്രസിഡന്റ് PJ ജോസുകുട്ടി പറയുന്നു. വയനാടിനൊപ്പം ഉടമകളും ജീവനക്കാരും യാത്രക്കാരും ഒന്നിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കിട്ടുന്ന തുക കേരള ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ എല്ലാ ബസ് ഉടമകളും ഞങ്ങളുടെ ഫെഡറേഷനിൽ നിൽക്കുന്ന എല്ലാ ബസ് ഉടമകളുടെയും കിട്ടുന്ന കളക്ഷൻ മുഴുവനും ജീവനക്കാരുടെയും കിട്ടുന്ന ഇതെല്ലാം കൂടെ കൂട്ടി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നല്ല സഹകരണമാണ് എല്ലായിടത്തും നിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കാരുണ്യയാത്രയായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു. ഇത് ഏറ്റവും ഭംഗിയായി നടത്തിത്തരുന്ന പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇന്നത്തേത് കോട്ടയം, ഇടുക്കി ജില്ല. അടുത്ത ദിവസം പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിൽ അടുത്ത ദിവസമുണ്ട്. അത് ഓരോ ജില്ലയിലും അവരുടെ സൗകര്യം അനുസരിച്ച് നിൽക്കുകയാണ്. ഞങ്ങളിന്ന് പ്രത്യേകിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്.
എല്ലാ ബസ്സുകളും രാവിലെ ആദ്യ ട്രിപ്പ് മുതൽ രാത്രിയിലെ അവസാന ട്രിപ്പ് വരെയുള്ള കളക്ഷനിൽ ഇന്ധന ചെലവ് കഴിച്ചുള്ള തുക ദുരന്തബാധിതർക്കായി നീക്കിവെക്കും. ഇത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി വഴി കൈമാറാനാണ് തീരുമാനം. 2018 പ്രളയകാലത്തും 3 കോടിയിലേറെ രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഘടന നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ബിരിയാണി ചലഞ്ചുമായി ഡിവൈഎഫ്ഐ ചമ്പക്കുളം മേഖലാ കമ്മിറ്റി. ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐ ഒരുക്കുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കുള്ള തുക കണ്ടെത്തുന്നതിനായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ഡിവൈഎഫ്ഐ ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ചമ്പക്കുളം പഞ്ചായത്തിലെ വീടുകളിൽ പോയി ഓർഡർ സ്വീകരിച്ചു വരികയാണെന്ന് മേഖലാ സെക്രട്ടറി ജോബി ജോസഫ് പറഞ്ഞു. ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്കും ബിരിയാണി എത്തിച്ചു നൽകും. 150 രൂപ പ്രകാരം 2000 ബിരിയാണി പാക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള വരുമാനവും ആക്രി ചലഞ്ച് നടത്തി കിട്ടുന്ന 2 ലക്ഷം രൂപയും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാനാണ് മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. 18-ാം തീയതി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്യും. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകളിലെ ധനശേഖരണം നടത്തും. ചമ്പക്കുളം മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തുകയാണ്. ഈ വരുന്ന 18-ാം തീയതി ഞായറാഴ്ച ആണ് ബിരിയാണി ചലഞ്ച് നമ്മൾ നടത്തുന്നത്. ഒരു ബിരിയാണിക്ക് 150 രൂപയാണ് വില. അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മുടെ ചമ്പക്കുളത്തെ ഓരോ നല്ലവരായ നാട്ടുകാർ സഹകരണം ഉണ്ടാകണമെന്ന് ചമ്പക്കുളം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വീടുകൾ കയറിയുള്ള പ്രവർത്തനത്തിന് തകഴി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി പ്രദീപ് കുമാർ, ചമ്പക്കുളം മേഖലാ സെക്രട്ടറി ജോബി ജോസഫ്, മേഖലാ പ്രസിഡന്റ് അഖിൽ ഷാജി, ബ്ലോക്ക് കമ്മിറ്റി അംഗം ഐശ്വര്യ ലക്ഷ്മി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊൽക്കത്ത ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനും തലവടി ചുണ്ടൻവള്ള സമിതി രക്ഷാധികാരിയുമായിരുന്ന തലവടി തടത്തിൽ ഫാദർ എബ്രഹാം തോമസിന് നാടിന്റെ അന്ത്യാഞ്ജലി. ജനകീയനായ വൈദികന് വിട നൽകാൻ തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിച്ചേർന്നത് നിരവധി പേർ. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് വിലാപയാത്രയായി ഫാദർ എബ്രഹാം തോമസിന്റെ ഭൗതിക ശരീരം തലവടിയിലെ ഭവനത്തിലെത്തിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6-ന് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. 9-നായിരുന്നു 8-ാം ശുശ്രൂഷ. 10-ന് വിലാപയാത്രയായി കുഴിപ്പള്ളിയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചു. 11-ന് സമാപന ശുശ്രൂഷയും തുടർന്ന് ഖബറടക്കവും നടന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായും കൊൽക്കത്ത അരമനയുടെ മാനേജറായും പ്രവർത്തിച്ചിട്ടുള്ള ഫാദർ എബ്രഹാം തോമസ് കൊൽക്കത്ത ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലിത്തയുടെ സെക്രട്ടറിയുമായിരുന്നു. തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമാണ്. തലവടി ടൗൺ ബോട്ട് ക്ലബ് സ്ഥാപക രക്ഷാധികാരിയുമായിരുന്നു ഫാദർ എബ്രഹാം തോമസ് തടത്തിൽ. കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കേളി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള കലോത്സവം പ്രശസ്ത നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിനാട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് ബി അരുൺ അധ്യക്ഷത വഹിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിനി ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ വി ജ്യോതിലക്ഷ്മി, ഹെഡ്മിസ്ട്രസ് പ്രിയ സി നായർ, സ്കൂൾ ജാഗ്രതാ സമിതി കൺവീനർ ശശികുമാർ നല്ലേക്കൽ, അധ്യാപിക പ്രമീള കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം പ്രശസ്ത പിന്നണി ഗായകൻ പ്രശാന്ത് പുതുക്കരി ഉദ്ഘാടനം ചെയ്യും. TV ചാനൽ ഫെയിം കുമാരി വൈഗാലക്ഷ്മി സമ്മാനദാനം നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന സമാപന പരിപാടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ്
ടൗണിൻ്റെ 1252 ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ രാമായണ മാസാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാം ശ്രദ്ധേയമായിരുന്നു. തൃക്കുരട്ടിയിലെ പരിപാടിയിൽ ആയിരക്കണക്കിന് കുട്ടികളടക്കമാണ് പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട സനി ചെറിയാൻ മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. PC വിശ്വനാഥ് MLA ഉണ്ടായിരുന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ ഉണ്ടായിരുന്നു. പ്രശസ്ത നടി പ്രിയങ്ക നായർ ഉണ്ടായിരുന്നു. ഒരു സാമൂഹിക സാംസ്കാരിക മേഖലയുടെ പരിച്ഛേദമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാനവിടെ പറഞ്ഞു, കുട്ടികളെല്ലാം ഇത് അറിയണം. നമ്മുടെ ഇന്നത്തെ തലമുറ നമ്മുടെ രാമായണവും മഹാഭാരതവും വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അറിയാതെ വളരുകയാണ്. അപ്പോൾ അവിടെ ഒരു രാമായണത്തെ അധികരിച്ചിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സരം നടത്തിയപ്പോൾ സ്വാഭാവികമായും അതിലൂടെ കടന്നു പോകാൻ കുട്ടികൾ നിർബന്ധിതരാകും. ഇപ്പോൾ ഒരു വല്ലാത്ത കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളെല്ലാം പലപ്പോഴും മൊബൈലിന് അഡിക്ഷൻ ഉള്ള കുട്ടികളാണ്. എൻ്റെ വീട്ടിലടക്കം ഞാൻ പറയുകയാണ്. ഇതൊന്നും അറിയാതെ വളരുന്നൊരു കാലഘട്ടമാണ്. ഞങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഇന്നത്തെ വർത്തമാനകാല പല പ്രതിസന്ധികളുടെയും ദിവ്യ ഔഷധമാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും നല്ല ഔഷധമാണ്. ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം G. സുന്ദരേശൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. പുരാവസ്തു സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ R. രജിലാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി S. ബിന്ദു, ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ P. ദിലീപ് കുമാർ, SP പ്രജിത് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ P. ജയലക്ഷ്മി, രാജപ്രതിനിധി തെക്കേടത്ത് നാരായണ ഭട്ടതിരി, വട്ടപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കോയ്മാസ്ഥാനി VJ ശ്രീകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 15-ന് പാളയം ഹനുമാൻ സ്വാമി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചത്. നീരേറ്റുപുറം പമ്പ ബോട്ട് റേസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉത്രാടം തിരുനാൾ പമ്പ ജലോത്സവ സമിതി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് K. ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജലോത്സവ സമിതി വർക്കിംഗ് പ്രസിഡന്റ് വിക്ടർ T. തോമസ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റുമാരായ P. രാജശേഖരൻ തലവടി, നീത ജോർജ്, സെക്രട്ടറി പുന്നൂസ് ജോസഫ്, ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, ജനറൽ ക്യാപ്റ്റൻ ജോയി ആറ്റുമാലിൽ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഉമ്മൻ M. മാത്യു എന്നിവർ സംസാരിച്ചു. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങ് വർണ്ണാഭമാക്കി ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്തുവ ടൗൺ. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 ടൗണിൽ ക്ലബ്ബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മോഡി കന്നയിൽ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് 318B ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ KR ഗോപകുമാർ സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തകൻ സജി ജോസഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. VK സേവ്യർ, വിശ്വൻ വെട്ടത്തിൽ, തൊമ്മി വാഴപ്പറമ്പിൽ, ടിറ്റോ പച്ച എന്നിവർ എടത്തുവ ടൗണിലുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഉച്ചയ്ക്ക് 11-ന് പൊടിയാടി അമ്പാടി ബാലാശ്രമത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാചരണവും സ്നേഹവിരുന്നും രാമകൃഷ്ണ ആശ്രമം വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പ് കൺവീനർ വിഷ്ണു പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്തുവ ടൗൺ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരും അറിയാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, യുവാക്കളുടെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് നേരിട്ടറിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടിയിൽ വേറെ സന്തോഷത്തോടെ കടന്നു വരുവാനും സാധിച്ചത്. അതെന്റെ മഹാഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദ സ്വാമിയും തന്ന മഹനീയ അനുഗ്രഹമായി തന്നെ കാണുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് കിട്ടിയ മഹാഭാഗ്യം, പ്രത്യേകിച്ചും ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്തുവ ചെയ്യുന്ന മഹനീയ പ്രവർത്തനങ്ങൾ എന്നും അഭിനന്ദനം തന്നെയാണ്. കാരണം വയനാട് നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയ, നമ്മളെ ഇന്നും തേങ്ങലായി നിലകൊള്ളുന്ന ഒരു കാര്യമാണ് വയനാട് നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ ഉരുളുപൊട്ടൽ എന്ന് പറയുന്നത്. അന്ന് ആദ്യമായി ഒരു കൈത്താങ്ങ് ഉറപ്പിച്ചത് ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്തുവ ആണ് എന്നുള്ളത് ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചാർട്ടർ മെമ്പർ സിനു രാധേയം അധ്യക്ഷത വഹിച്ചു. സ്നേഹവിരുന്നിനുള്ള തുക ചാർട്ടർ മെമ്പർ K. ജയചന്ദ്രൻ ബാലാശ്രമം അധികൃതർക്ക് കൈമാറി. ബാലാശ്രമം സെക്രട്ടറി K. കണ്ണൻ, ലേഖാകളത്തിൽ MR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ചേന്നങ്കരി ദേവമാത ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിന ക്വിസ്, ഉപന്യാസ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ റോജൻ നെൽപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജെയിംസ് തേങ്ങാത്തറ, പ്രധാനാധ്യാപകൻ ജോസഫ് ചാക്കോ, അധ്യാപകരായ ദീപ ജോസഫ്,
സോജൻ ചാക്കോ, എവ്ലിൻ ആന്റണി, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിന ക്വിസ്, ഉപന്യാസ മത്സരം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ദിനാചരണ സന്ദേശം വിളംബരം ചെയ്യുന്ന എയറോബിക് ഡാൻസ് കുട്ടികൾ അവതരിപ്പിച്ചു. മങ്കമ്പ് YMBSC ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിമുക്ത ഭടൻ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ലിനു ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. LP സ്കൂൾ പ്രഥമാധ്യാപിക എൽസമ്മ ദേവസ്യ, ലൈബ്രറി സെക്രട്ടറി ആതിര M. കുമാർ, അധ്യാപകരായ PA മനോജ്, അനൂപ് ഫ്രാൻസിസ്, സജിത രാജീവ്, ലൈബ്രറിയൻ പ്രിയദർശിനി വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6485 രൂപ, പവന് 51,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.